ജമ്മുകാശ്മീരിലെ പെൽഗാമിൽ ഏപ്രിൽ 22-ന് 26 വിനോദസഞ്ചാരികളുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണം രാജ്യത്തെ ആകെ ഞെട്ടിച്ചതാണ്. ഇതിന് പ്രതികാര നടപടി എന്നോണം ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇതുകൂടാതെ പാകിസ്ഥാനെതിരെ രാജ്യം പല നയതന്ത്രപരമായ നീക്കങ്ങളും നടപ്പാക്കി. അതിലേറ്റവും പ്രധാനമാണ് സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനം. ഇത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ 4 കത്തുകളാണ് എഴുതിയത് ഇന്ത്യക്ക്. എന്നാൽ ഭീകരതയും വ്യാപാരവും ഒരുമിച്ച് പോകാത്തതുപോലെ തന്നെ രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകാൻ കഴിയില്ല എന്ന് ഇന്ത്യ വ്യക്തമായി പറഞ്ഞു. അതിനിടയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ നിലനിൽക്കെ ഓപ്പറേഷൻ സിന്ദൂറിനെയും പാകിസ്ഥാന്റെ ഭീകരതന്ത്രങ്ങളോടുള്ള അനുബന്ധ പ്രതികരണങ്ങളെയും കുറിച്ചുള്ള രാജ്യത്തിന്റെ മാനസികാവസ്ഥ തിരിച്ചറിയുന്നതിനായി ന്യൂസ് 18 ഒരു പൊതു വോട്ടെടുപ്പ് നടത്തിയിരുന്നു. അതിലെ ഒരു പ്രധാന ചോദ്യമായിരുന്നു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ആയൂബ് ഖാനും ഒപ്പുവെച്ച സിന്ധു നദീജല കരാർ ദേശീയ താൽപര്യത്തിന്റെ കീഴടങ്ങലാണ് എന്ന് BJP പറയുന്നു. നിങ്ങൾ ഇത് സമ്മതിക്കുന്നുണ്ടോ എന്നത്. ഈ ചോദ്യത്തോട് പ്രതികരിച്ചവരിൽ 83.38% പേരും അതെ എന്നാണ് മറുപടി നൽകിയത്. 16.62% പേർ മാത്രമാണ് ഇല്ല എന്ന് മറുപടി നൽകിയത്. 2025 മെയ് 6, മെയ് 7 തീയതികളിൽ അത്യാധുനിക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് 2 ദിവസങ്ങളിലായാണ് ഈ വോട്ടെടുപ്പ് നടത്തിയത്. ന്യൂസ് 18ന്റെ വെബ്സൈറ്റുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും QR കോഡുകൾ ഉപയോഗിച്ചുള്ള ടെലിവിഷൻ ചാനലുകൾ വഴിയുമാണ് ഇത് നടത്തിയിരുന്നത്. ആകെ 14,671 പ്രതികരണങ്ങളാണ് ഈ സർവേയിലൂടെ ശേഖരിച്ചത്. 1960-ലെ കരാർ പ്രകാരം സിന്ധു നദീതട ജലപ്രവാഹത്തിന്റെ 80% പാകിസ്ഥാന് അനുവദിച്ചതിന് ജവഹർലാൽ നെഹ്റുവിനെ വിമർശിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അടുത്തിടെ സിന്ധു ജല കരാറിനെ കുറിച്ചുള്ള ചർച്ച വീണ്ടും ഉയർത്തിയിരുന്നു. ഇതൊരു ചരിത്രപരമായ തീരുമാനമാണ്. സിന്ധു നദീജല കരാർ റദ്ദാക്കിയിരുന്നു. ഇതൊരു സാധാരണ സംഭവമല്ല. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം 80% വെള്ളവും പാകിസ്ഥാന് നൽകി. വെള്ളത്തോടൊപ്പം 83 കോടി രൂപയും നൽകി. നിലവിലിത് 5,500 കോടി രൂപ വിലമതിക്കുന്നു. നമ്മുടെ സ്വന്തം കർഷകരെ ഇല്ലാതാക്കുന്നതിലൂടെ തീവ്രവാദികളെ വളർത്തുന്നതിന് ഉത്തരവാദികളായവർക്ക് നാം വെള്ളം നൽകുകയാണ്, ശിവരാജ് സിംഗ് ചൗഹാൻ കൂട്ടിച്ചേർത്തു. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിന് നെഹ്റുവിനെ വിമർശിക്കുകയും ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തന്ത്രപരമായ മണ്ടത്തരമെന്ന് ഇതിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. 1960-ൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സിന്ധു നദീജല ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തന്ത്രപരമായ മണ്ടത്തരങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയുടെ സ്വാഭാവികമായ ഉയർന്ന നദീതട നേട്ടം ഉണ്ടായിരുന്നിട്ടും അന്നത്തെ അമേരിക്കൻ ഭരണകൂടത്തിന്റെയും ലോകബാങ്കിന്റെയും കടുത്ത സമ്മർദ്ദത്തിന് വഴങ്ങി നെഹ്റു സിന്ധു നദീതട ജലത്തിന്റെ 80% പാകിസ്ഥാന് കൈമാറി. ശക്തമായ സിന്ധു, ഝലം, ചെനാബ് നദികളുടെ മേൽ പൂർണ്ണ നിയന്ത്രണം നൽകി. അതേസമയം ഇന്ത്യയെ രവി, ബിയാസ്, സത്ലജ് എന്നീ ചെറിയ കിഴക്കൻ നദികളിലേക്ക് പരിമിതപ്പെടുത്തിയെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ലോകബാങ്ക് ഒരു അധിക കക്ഷിയായി 1960-ൽ ഇന്ത്യയും പാകിസ്ഥാനും സിന്ധു നദീജല ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദികളിലെയും വെള്ളം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തുല്യമായി വിഭജിക്കാൻ ഈ ഉടമ്പടി ശ്രമിച്ചു. ഈ ഉടമ്പടി പ്രകാരം കിഴക്കൻ നദികളായ ബിയാസ്, രവി, സത്ലജ് എന്നിവയിൽ നിന്നുള്ള വെള്ളം ഇന്ത്യക്കും 3 പടിഞ്ഞാറൻ നദികളായ ചെനാബ്, സിന്ധു, ഝലം എന്നിവയിൽ നിന്നുള്ള വെള്ളം പാകിസ്ഥാനും അനുവദിച്ചു. ചെറിയ ജലസംഭരണം ആവശ്യമുള്ളതോ അല്ലെങ്കിൽ ജലസംഭരണം ഇല്ലാത്തതോ ആയ ചെറിയ ജലവൈദ്യുത പദ്ധതികൾ പോലുള്ള ചില ആവശ്യങ്ങൾക്കായി പരസ്പരം നദികൾ ഉപയോഗിക്കാൻ ഈ ഉടമ്പടി ഇരു രാജ്യങ്ങളെയും അനുവദിച്ചിരുന്നു.